ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു സെഫീസ് കിച്ചൻ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഫുഡിന്റെ റെസിപ്പി ഒന്നുമല്ല, ഒരു ചെറിയ വ്ളോഗുമായിട്ടാണ്. മാധ്യമവും റോസ് കൈമ ബ്രാൻഡും കൂടിയിട്ട് നടത്തുന്ന ഒരു ചെറിയൊരു ഫുഡ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് 6 ജില്ലകൾ കൂടിയിട്ട് മത്സരിക്കുന്ന ഫുഡ് ഫെസ്റ്റ് ആണ്. ഈ ചെമ്മീൻ ബിരിയാണിന്റെ റെസിപ്പി വീഡിയോ ചെയ്തു കൊടുത്തിട്ട് എന്നെയും സെലക്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഞാനും ആ ഒരു ഫുഡ് ഫെസ്റ്റിലേക്ക് പങ്കെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നേ. കണ്ണൂർ ജില്ലയിലെയും കാസർഗോഡ് ജില്ലയിലെയും ഈ പ്രോഗ്രാം വെച്ചിട്ടുള്ളത് മാഹിയിലെ ലോറൽ ഗാർഡൻ എന്ന ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നേ. ടോട്ടൽ 56 പേരാണ് ഈ ഒരു മത്സരത്തിൽ ഈ ഒരു മാഹിയിൽ വെച്ച് നടത്തിയിട്ടുള്ളത്. അപ്പൊ പിന്നെ അതിന്റെ ഉദ്ഘാടന ചടങ്ങുമൊക്കെ ചെയ്തതാ ഏകദേശം പ്രോഗ്രാം ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ നല്ല പ്രശസ്തമായ ഷെഫുകൾ തന്നെയാണ് അവിടെ നമ്മളെ ജഡ്ജായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ 4 ഷെഫ് വന്നിട്ടുണ്ട്. അപ്പോൾ പേരെനിക്ക് കറക്റ്റ് അങ്ങനെ അറിയില്ല. എല്ലാവരും പല തരത്തിലുള്ള ബിരിയാണിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സത്യം പറയാന്ന് വെച്ചാൽ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. പലതരം പലതരം ബിരിയാണിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഒരു കണ്ടന്റ് ദം ബിരിയാണിയാണല്ലോ. അപ്പോൾ ഞാൻ കൊണ്ടുപോയെന്ന് വെച്ചാൽ നല്ല അടിപൊളി ചെമ്മീൻ ദം ബിരിയാണിയാണ്. ഇതുപോലെ ഒരു റൗണ്ടിൽ ജഡ്ജസ് ഫുള്ളായിട്ട് എന്താ പറയാ എല്ലാവരുടെ ഫുഡും ഒന്ന് വെറുതെ ഒന്ന് നോക്കി, പിന്നെ എനിക്ക് തോന്നുന്നത് ഗാർണിഷും അതിനുള്ള പ്രിപ്പറേഷനും ഒക്കെ നോക്കുന്നതായിരിക്കുന്നത്. ആദ്യം ഫുഡ് ടെസ്റ്റ് ചെയ്യുന്നില്ല, ആദ്യം ഇങ്ങനെ ഫുള്ളായിട്ട് അവര് ഫുഡ് മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രോഗ്രാം തന്നെ നല്ലൊരു എന്താ പറയാ നല്ലൊരു ജെന്യുവായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ ഷെഫുമാർ അത്രയും നല്ല പേര് കേട്ട ഷെഫുമാരാണ് ജഡ്ജായിട്ട് വന്നിട്ടുള്ളതും. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ബിരിയാണികൾ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇത് നല്ല ഷാജഹാൻ ദം ബിരിയാണിയാണ്. ഈ ഇതിൽ കാണുന്ന ചിക്കൻ ടിക്ക ബിരിയാണിയാണ്. പിന്നെ സത്യം പറയാ ഒന്നും എനിക്ക് പേരെന്നെ പറയാൻ പറ്റുന്നില്ല. കാരണം അത്രയും ഒന്നിനൊന്നും മെച്ചായിട്ടാണ് അവിടെ ബിരിയാണി. ഇതിപ്പോ റെയിൻബോ ബിരിയാണി, അങ്ങനെയുള്ള പലതരം, പിന്നെ ഇളനീർ ബിരിയാണി. സത്യം പറയാൻ ഓരോ ബിരിയാണി ഇങ്ങനെ ഉണ്ടോന്ന് തന്നെ അറിയുന്നത് ഈ ഒരു ഫുഡ് കോമ്പറ്റീഷനിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇത് സീ ഫുഡാണ്. പിന്നെ മീൻ ബിരിയാണി ഉണ്ട്, പിന്നെ ചെമ്മീനും ഞണ്ടും ആയിട്ടുള്ള ബിരിയാണി ഉണ്ട്, പിന്നെ മട്ടൻ ബിരിയാണി, അങ്ങനെ പലതരം പലതരത്തിലുള്ള ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കൊണ്ടുപോയിരുന്നെന്ന് വെച്ചാല് ചെമ്മീൻ ദം ബിരിയാണി. ഞാൻ അന്ന് ആ ഒരു വീഡിയോ ആയിരുന്നു അവർക്ക് അയച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏതാണോ വീഡിയോ അയച്ചു കൊടുത്തത് ആ വീഡിയോ ആണ് അവർ സെലക്ട് ആക്കുന്നത്. അപ്പൊ സെലക്ട് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ആ ഫുഡ് തന്നെയാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ആ ഫുഡിന്റെ റെസിപ്പിയാണ്. ടോട്ടൽ 6 ജില്ലയിൽ വെച്ചിട്ട് ആകെ 156 പേരെയാണ് ഇവർ സെലക്ട് ആക്കിയിട്ടുള്ളത്. ഇനിയിപ്പോ ഇത് നല്ല അടിപൊളി ഷാജഹാൻ ബിരിയാണി ആയിരുന്നേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം എന്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇതാണ് ഞാൻ കൊണ്ടുപോയ ചെമ്മീൻ ദം ബിരിയാണി. അപ്പൊ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങൾ കമന്റ് ഒന്ന് ചെയ്യണേ. കാരണം വെച്ചാൽ എന്റെ ഈ ഒരു പ്രിപ്പറേഷനും എന്റെ ഈ ഒരു ഗാർണിഷും എല്ലാം എങ്ങനെയുണ്ട് എന്നുള്ള കാര്യത്തിൽ തീർച്ചയായും ഒന്ന് കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയറും കൂടി ഒന്ന് ചെയ്യണേ. ഇനിയിപ്പോ ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി മട്ടൻ ബിരിയാണിയാണ്. സത്യത്തിൽ അത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് തോന്നുന്നുണ്ട്. ആ ഒരു ബിരിയാണിക്ക് അവരിതാ വേറെ തന്നെ ഒരു നല്ല ചട്ടിയിൽ നല്ലൊരു എന്താ പറയാ ദമ്മിട്ടിട്ട് അങ്ങനെ ഒരു മൈദ കൊണ്ടെല്ലാം ഒട്ടിച്ചിട്ടല്ലോ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ അവരിതാ എന്റെ ഫുഡാണ് അവരിങ്ങനെ ചോദിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഏതാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന്റെ ഒക്കെ മറുപടി ഞാനിങ്ങനെ കൊടുക്കുന്നുണ്ട്. ഫുഡ് ടെസ്റ്റ് ചെയ്യുന്നതല്ല, അവർ ജസ്റ്റ് ഒന്ന് മൊത്തത്തിൽ ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ശരിക്കും പറയാം ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. എനിക്ക് പറ്റുന്ന കുറച്ച് കുറച്ച്, പിന്നെ മോനെ കൂടെ കൂട്ടിയത് കൊണ്ട് അവനും ഇങ്ങനെ കുറച്ച് കുറച്ച് വീഡിയോസ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരുപാടൊന്നും ഞാൻ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഇനിയിപ്പോ അടുത്തത് അവരെ ഒരു മാധ്യമത്തിന്റെ അവരൊരു ഇന്റർവ്യൂ ഇതെങ്ങനെയാണ് ഇല്ലയാണ് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പോ അവരെല്ലാ റൗണ്ടും കഴിഞ്ഞ് പിന്നെ ഫുഡ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു റൗണ്ട് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ എന്റെ ഫുഡാണ് അവരിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നത്. എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതെങ്ങനെയാ ഉണ്ടാക്കിയത്. അപ്പൊ ഞാനിങ്ങനെ പറയാ കുറച്ച് ചെമ്മീൻ മസാലയാക്കിയിട്ടും കുറച്ച് ചെമ്മീൻ ഫ്രൈ ആക്കിയിട്ടും ഇങ്ങനെയൊക്കെയാണ്. ഞാൻ നല്ലൊരു തലശ്ശേരി ഒരു സ്റ്റൈലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് നല്ല ചട്നി, തൈര്, സലാഡ്, അതായത് നല്ല ലൈം ടീ ഇതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു എന്താ പറയാ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ ചെമ്മീനെ കൊണ്ട് പലതരത്തിലും ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അതായത് റെഡ് കളറിലും ഗ്രീൻ കളറിലും ഒക്കെ അതൊക്കെ നല്ല, പിന്നെ വെജിറ്റബിൾസും ഈ ഫ്രൂട്ട്സും എല്ലാം നല്ല രീതിയിൽ ഡിസ്പ്ലേ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ സെലക്ട് കിട്ടുമോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാം ഒന്നിനൊന്ന് മെച്ചമുള്ള ബിരിയാണി ആയിട്ട് അവിടെ ഉണ്ടായിട്ടുള്ളത്. എല്ലാവരും ഒരുപോലെ ട്രൈ ചെയ്തിട്ടുണ്ട്.
ഇതിപ്പോ രണ്ട് ജില്ലയാണ്, അതായത് കണ്ണൂർ ജില്ലയും കാസർഗോഡ് ജില്ലയാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ മറ്റു ജില്ലയിൽ വെച്ചിട്ടൊക്കെ ഈ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. അതായത് 6 ജില്ല 3 ബാച്ചായിട്ട്, ഒന്ന് കോഴിക്കോട് നിന്നും ഒന്ന് തിരുവനന്തപുരത്തു നിന്നും, അങ്ങനെ 3 ബാച്ചായിട്ടാണ് ഇവർ നടത്തുന്നത്. എല്ലാ 6 ജില്ലയും കൂടിയിട്ട് 6000 പേര് മത്സരിച്ചിട്ടുണ്ട് എന്നൊക്കെ അവർ പറയുന്നു. അതായത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ വീഡിയോ അയച്ചു കൊടുക്കല്ല ഫുഡിന്റെ, അതിൽ നിന്ന് അവര് 156 പേരെയാണ് സെലക്ട് ആക്കിയുള്ളത്. ഈ 6000 പേരിൽ തന്നെ ഒരാൾ സെലക്ട് ആയത് തന്നെ എനിക്ക് നല്ല ഭാഗ്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എന്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ടായിട്ടുണ്ട്. അവളെ നല്ല അടിപൊളി ബിരിയാണിയാണ്. ഇതുപോലെ ബ്രെഡ് ബാസ്ക്കറ്റ്, അതായത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് അവൾ തന്നെ ഉണ്ടാക്കിയതാണ് ഈ ഒരു ബാസ്ക്കറ്റ്. അവൾ ഈ കേക്കിന്റെ മേക്കറാണ്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു അതിന്റെ ബിരിയാണി, നല്ല ചിക്കനെ കൊണ്ടുള്ള. പിന്നെ ഇതെന്റെ ഒരു മറ്റൊരു ഫ്രണ്ടാണ്. പിന്നെ ഇവള് ഇതേപോലെ ചെമ്മീനും ഞണ്ടും ഒക്കെ ഇട്ടിട്ടുള്ള ബിരിയാണിയാണ്. ഇവളും എന്റെ ഫ്രണ്ടാണ്. അടിപൊളിയായിട്ടുണ്ട്. ഇതും നല്ല ടേസ്റ്റ് ഉണ്ട്, കാണാനും നല്ല രസമുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ മത്സരിച്ച 56 പേർക്കും നല്ല അടിപൊളി ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇതാ ഏകദേശം പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞ് ഇതാ മമ്മൂന്റെ കൈ കാണുന്നില്ലേ ഒരുപാട് ഗിഫ്റ്റ്. അപ്പം പിന്നെ എന്റെ ഈ ഫുഡ് കോമ്പറ്റീഷന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഇനി ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി, നല്ലൊരു റെസിപ്പിയുമായി, നല്ലൊരു വ്ളോഗുമായി ഞാൻ വരും. ബൈ.